പ്രതിഷേധത്തിന് പിന്നാലെ കുഴികൾ അടയ്ക്കാൻ കുണ്ടന്നൂർ തേവര മേൽപ്പാലം 2 ദിവസം അടച്ചിടാൻ തീരുമാനമായിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി 11 മണിക്ക് പാലം അടച്ച് വെള്ളിയാഴ്ച തുറന്നു കൊടുക്കുന്ന രീതിയിലാണ് ക്രമീകരണം. റീടാറിംഗ് ടെൻഡർ നേരത്തെ ലഭിച്ചിട്ടും മഴക്കാലം വരെ ദേശീയപാത അതോറിറ്റി കാത്തിരുന്നതാണ് ദുരിതം ഇരട്ടിയാക്കിയതെന്ന് മരട് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. യാത്രക്കാരുടെ നടുവൊടിക്കുന്ന യാത്രാ ദുരിതം സമ്മാനിക്കുന്ന തേവര കുണ്ടന്നൂർ മേൽപ്പാലം 1.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മേൽപ്പാലത്തിൽ മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ദിവസം നടത്തിയ യാത്രയിലെണ്ണിയത് 130-ലധികം കുഴികളാണ്. അത്തരത്തിൽ 30 വർഷത്തിനുള്ളിൽ തന്നെ യാത്രക്കാർക്ക് ഇങ്ങനെ ഒരു ദുരിതം സമ്മാനിച്ച ഈ തേവര കുണ്ടന്നൂർ മേൽപ്പാലം ഒടുവിൽ അറ്റകുറ്റപ്പണിക്കായി വീണ്ടും 2 ദിവസം അടച്ചിടുകയാണ്. മരട് നഗരസഭയുടെ ഒക്കെ ഇടപെടലോടുകൂടി ഒരു റോഡ് പൂർണ്ണമായും മേൽപ്പാലം പൂർണ്ണമായും അടച്ചിട്ട് അറ്റകുറ്റപ്പണികളിലേക്ക് പോകാമെന്നൊരു തീരുമാനമെടുത്തത് മരട് നഗരസഭാ ചെയർമാൻ തന്നെ ഒപ്പമുണ്ട്. നിങ്ങൾ അന്ന് ഈ ദേശീയപാതയുടെ ഓഫീസിൽ കുത്തിയിരുന്ന സമരമൊക്കെ ചെയ്തതാണ്, ഇപ്പം അടച്ചിട്ട് പണി എന്നുള്ളതാണോ എത്തിയിരിക്കുന്നത്? ഞങ്ങൾ അന്ന് ദേശീയപാത ഓഫീസിൽ ഉപരോധം നടത്തിയത് കൊണ്ടാണ് അവർ അടിയന്തരമായി ഈ പറഞ്ഞതുപോലെ ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞ ദിവസം തന്നെ 250 റെഡിമിക്സ് ബാഗിലാണെന്ന് അവരിവിടെ ടാർ മിശ്രിതം ഇട്ടത്. പക്ഷേ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഒഴുകിപ്പോയി. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇവിടെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് പൂർണ്ണമായി 2 ദിവസം അടച്ചു കിട്ടിയാൽ മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞത്. ഇത് ടെൻഡർ ഇടപെടലൊക്കെ ഒരുപാട് നാൾക്ക് മുമ്പ് പൂർത്തിയായിട്ടുള്ളതാണ്. ഇവർ ജൂൺ മാസം വരാൻ നിൽക്കണതാണ് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. നടുവുണ്ടാവില്ല യാത്രക്കാരെ. രാത്രിയും പകലും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ദൂരത്തന്നെ. നീന്തി തുഴഞ്ഞു വരുന്ന കണ്ടു. ഇപ്പോൾ ഓടിക്കാൻ പറ്റുന്നില്ല, വണ്ടി ഓടിക്കൊട്ടും പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപകടമാണ്. കാരണം ഇതിന് ഒരു ചെറിയൊരു തെന്നൽ വന്നാൽ മതി, വീഴും. വീഴും. നമുക്ക് അപകടം കൊണ്ടാണ് മെയിൻ കുഴികളാണ് ഇവിടെ. 2 ദിവസം അടച്ചിട്ട് ടാർ ചെയ്താ പറയുന്ന റോഡ് അടച്ചിട്ട്. ഇവരുടെ ടാറിങ്ങൊക്കെ കണക്ക് തന്നെയാണ്, അതിന് രക്ഷയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ വണ്ടി 4 വീലറിന്റെ ക്ലച്ച് ഡിസ്ക് ഫസ്റ്റ് പോണത്. ക്ലച്ച് താങ്ങി ഇത്ര കിലോമീറ്റർ വന്നിട്ട് ഡിസ്ക് പോണത്. ഇപ്പൊ പെരുവഴിയാണ്, എന്ത് കുണ്ടും കുഴിയാണ്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടിക്കുന്ന പാലം ഇത് മാത്രമേ ഉള്ളൂ. 2 ദിവസം അടച്ചിട്ട് ടാർ ചെയ്യുന്ന പറയുന്നത്. ഒന്നും ചെയ്യില്ല. ഇപ്പൊ ഇയാളെ കൊണ്ടുതന്നെ പ്രധാനമന്ത്രി ഒരു ദിവസം പോകുന്ന റോഡ് നന്നാക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇയാളെ പിണറായി വിജയൻ ഒരു ദിവസം റോഡ് നന്നാക്കും. റോഡ് അടച്ചിട്ട് കുഴി അടയ്ക്കുന്ന നടക്കണ കാര്യം തന്നെയാണ് പറഞ്ഞത്. ശരിയാണ്, ഇത് ഒരുപാട് കേട്ടിട്ടല്ലേ ഇവിടെ ഇല്ലേ? ഞങ്ങളുടെ വണ്ടി ഇന്നലെ ഇപ്പം 3500 മുടക്കി വന്നെ ഗതികൾ കാരണം ഈ റോട്ടിൽ കൂടെ ഓടണേ. യാത്ര ചെയ്ത് കഴിയുമ്പോൾ മുതുകും കഴുത്തും ഒക്കെ വേദന. നേരത്തെ തലയിടിച്ച ഓട്ടോയില് ഇവിടെ വെള്ളം തെറിച്ചു പോകുന്നതിൽ ഓട്ടോയിൽ ഇരുന്നതാണ്. റോഡിലെ ചെളി ആളുടെ നെറ്റി തെറിച്ചെന്നാണ് പറയുന്നത്. നെറ്റി പോയി ഇടിക്കുകയും ചെയ്തു. ഇതാണ് ആളുകൾ അനുഭവിക്കുന്ന ഒരു ദുരിതത്തിന്റെ അവസ്ഥ. ഈ ചേട്ടൻ പറഞ്ഞതുപോലെ വണ്ടിക്ക് പണി എടുത്തെടുത്ത് മടുത്തു. ഓട്ടം ഓടിയാലും ആ കൂലി തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് റോഡ് അടയ്ക്കും നന്നാക്കും എന്ന് പറയുമ്പം കണ്ടു തന്നെ കാണണം, അല്ലാതെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് തന്നെയാണ് യാത്രക്കാർ പറയുന്നത്. എന്തായാലും ഈ നേരത്തെ ടെൻഡർ അടക്കമുള്ള നടപടികൾ പൂർത്തിയായിട്ടും ഈ കുഴികൾ ഇങ്ങനെ തുടരാൻ കാരണം ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ച തന്നെയാണ്. മഴക്കാലമാകും, ജൂൺ ജൂലൈയിൽ മഴ ഉണ്ടാകുമെന്നൊക്കെ അറിയാത്തവരല്ലല്ലോ നമ്മുടെ ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ. അപ്പോൾ ടെൻഡർ ഉണ്ടായിട്ടും ഈ റോഡ് റീടാറിംഗ് നടത്താത്ത ഉദ്യോഗസ്ഥരെയാണ് ആളുകൾ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. സർക്കാരിൻ്റെ ഇടപെടൽ പോലും ഉണ്ടായിട്ടില്ല എന്നൊരു വിമർശനം കൂടി ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും 2 ദിവസം ഈ റോഡ് പൂർണ്ണമായും അടച്ച് ടാറിംഗ് നടത്തുമ്പോൾ എന്തായിരിക്കും അതിനൊരു റിസൾട്ട് ഉണ്ടാവുക, അത് നീണ്ടു നിൽക്കുമോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ പൊളിയുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.